ഹായ് യെസ്. സോ നിങ്ങളുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ സീരീസാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ പല പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഫ്രാക്റ്റൽസ് കഴിഞ്ഞു, സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ നല്ല സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ച ചാപ്റ്റേഴ്സാണ്. എസ്പെഷ്യലി സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് ഒക്കെ തന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫിഡൻസസ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഒരു ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അത് കഴിഞ്ഞ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് FAQ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഓപ്ഷൻ മാർക്കറ്റ് തിയറി, അത് കഴിഞ്ഞ് AMD തിയറി. ഇത്രയാണ് ഇതിൽ വരുന്നത്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫിഡൻസസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു കോൺഫിഡൻസ്, അതായത് വോളിയം എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇതുവരെ എടുത്തിട്ടില്ല. ഓക്കെ, വോളിയം വരുന്നത് വോളിയം വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ്സിൻ്റെ പാർട്ട് 4 വോളിയം ട്രേഡിങ്ങിൽ ഓവർവ്യൂ തൊട്ട് ക്ലാസിഫൈങ് ട്രെൻഡ്സ് വിത്ത് വോളിയം, ഇതൊക്കെയാണ് ഈ ഒരു കോൺഫിഡൻസിൽ ആഡ് ആകുന്നത്. സോ ആ ഒരു ടൈമിൽ ഞാൻ ഇത് അതിൻ്റെ കൂടെ ഒന്ന് ആഡാക്കി തരാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ബേസിക്കായിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ, മൊമെൻറ്റം, ക്യാൻഡിൽ സ്റ്റിക്സ്, ഈ 3 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് എടുത്തു തരുന്നത്. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. എങ്ങനെ അത് ഡ്രോ ചെയ്യണമെന്ന് പഠിച്ചു. ടോപ്പ് ഡൗൺ അനാലിസിസിനെ കുറിച്ചിട്ടൊരു നറേഷൻ നമ്മൾ സെഷനല്ലേ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങളിലുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്സിനെ മറ്റ് കോൺഫിഡൻസസുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു മികച്ച സോണിനെ തിരഞ്ഞെടുക്കുക, അതുപോലെ അതുപയോഗിച്ച് ഒരു മികച്ച ട്രേഡ് കണ്ടെത്തുക. മനസ്സിലായില്ലേ? സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ആണ് മാർക്കറ്റ് സ്ട്രക്ചർ. ഞാൻ കഴിഞ്ഞ സെഷൻ വീഡിയോയിലും പറഞ്ഞു തന്നായിരുന്നു. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ ഫേവർ ചെയ്യും. ഒരു അപ്പ് ട്രെൻഡിൽ എപ്പോഴും ഡിമാൻഡ് സോൺസ് ആയിരിക്കും അവിടെ കൂടുതൽ വർക്ക് ആവുന്നത്. അതുപോലെ ഒരു ഡൗൺ ട്രെൻഡിൽ എപ്പോഴും സപ്ലൈ സോൺസ് ആയിരിക്കും അവിടെ വർക്ക് ആവുന്നത്. ഒരു സൈഡ് വേസ് ട്രെൻഡിൽ നമ്മൾ ഏതൊരു ബ്രേക്ക് ഔട്ട് ഒരു ബ്രേക്ക് ഡൗണിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് ശേഷമായിരിക്കും അവിടെ നിന്നൊരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒന്ന്, മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആയിരിക്കുമ്പോൾ ഡിമാൻഡ് സോണുകളും, അതുപോലെ മാർക്കറ്റ് സ്ട്രക്ചർ ബെയറിഷ് ആയിരിക്കുമ്പോൾ സപ്ലൈ സോണുകളും ആയിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വരുന്ന ഡിമാൻഡ് സോൺസും സപ്ലൈ സോൺസും എങ്ങനെയാണ് പവർഫുൾ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ അവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. നേച്ചർ ഓഫ് BOS എന്ന് മീൻസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു ഇതുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു ഹോൾ പാർട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിലായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ആദ്യം തൊട്ടേ എടുത്ത് തരുന്നത്, BOS എന്തെന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നേച്ചർ ഓഫ് BOS, അത് കഴിഞ്ഞിട്ട് നേച്ചർ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ, ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന കോൺഫിഡൻസ് ആണ് മൊമെൻറ്റം എന്താണെന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കുറേ കൂടി ബെറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. ഹൗ ഫാസ്റ്റ് വാസ് ദ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ എത്രത്തോളം സ്പീഡ് ഉണ്ടായിരുന്നു ആ ഒരു മൂവ്മെൻറ്റിന്. ക്യാൻഡിൽ സ്റ്റിക്സ്, നേച്ചർ ഓഫ് ക്യാൻഡിൽസ്. ഡോജി ആണോ വന്നേക്കുന്നത്, എംഗൾഫിംഗ് ആണോ വന്നേക്കുന്നത്, സപ്പോർട്ട് ചെയ്യുക മാർക്കറ്റ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാൻഡിൽസ് ആണോ വന്നേക്കുന്നത്, റിവേഴ്സൽ ക്യാൻഡിൽസ് ഫോം ആയിട്ടുണ്ടോ, അത് കണ്ടിന്യൂഷൻസ് ഫോം ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് നമുക്ക് എടുക്കാനുള്ളതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചറിലെ നേച്ചർ ഓഫ് BOSും അതുപോലെ നേച്ചർ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കാൻ 2 രീതി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ക്യാൻഡിൽ വൈസ് എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് വിക്ക് വൈസ് എടുക്കാം. അത് 2 കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ നേച്ചർ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് വരയ്ക്കാൻ പഠിച്ചു. ഇനി നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ അനലൈസ് ചെയ്യാൻ ഓവറായിട്ടൊന്ന് നോക്കുകയാണ്. ഇവിടെ വളരെ എടുത്ത് ചാടി ഉടനെ കാണാനായിട്ട് വരുന്നൊരു മൂവ്മെൻറ്റാണ് ഈ ഒരു മൂവ്മെൻറ്റ്. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇത്രയുള്ളൊരു പാർട്ട്, അല്ലെങ്കിൽ ഞാൻ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പാർട്ട് ഇവിടെ നിന്ന് ഇങ്ങ് വരെ പോകാനായിട്ട് എത്ര ഡേ എടുത്തെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് സ്റ്റൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ്/ടൈം റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മണ്ടയിലോട്ട് നമ്മൾ മൗസ് ഹവർ ചെയ്യുമ്പോൾ എത്ര ഹവർ എടുത്തെന്ന് കാണാനായിട്ട് വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ 4 മണിക്കൂറും 50 മിനിറ്റുമാണ് എടുത്തത് പ്രൈസ് ഇവിടെ നിന്ന് ഇവിടം വരെ പോകാനായിട്ട്. നമുക്ക് ഈ ഒരു റേഞ്ചിനെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് ഞാൻ. ഇവിടെയാണല്ലോ ലോയും ഹൈയും. അപ്പോൾ ഈ ഒരു റേഞ്ചിന് ഞാൻ മാർക്ക് ചെയ്യുവാണ്. അതിനുശേഷം ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ചിന് ടോപ്പ് തൊട്ട് ഈ ഒരു ബോട്ടം വരെ പ്രൈസ് വരാൻ എത്ര സമയം എടുത്ത് നോക്കുവാണ്. ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിന് 4 മണിക്കൂറാണ് എടുത്തതെങ്കിൽ ഇവിടെ 13 മണിക്കൂർ എടുത്തു. അതായത് ലിറ്ററലി 4x3, ആ ഒരു 3 ടൈംസ് മോർ ടൈം എടുത്തു മുകളിൽ നിന്ന് താഴെ വരെ ഇറങ്ങാനായിട്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് ഇവിടെ നിന്ന് മുകളിൽ വരെ പോകാനായിട്ട് 5 മണിക്കൂറും 50 മിനിറ്റും മാത്രമേ എടുത്തുള്ളൂ. കാര്യം മനസ്സിലായോ? സോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായത്, ബുള്ളിഷ് മൂവ്മെൻറ്റിന് സമയം കുറച്ചേ എടുത്തുള്ളൂ, അതുപോലെ ബെയറിഷ് മൂവ്മെൻറ്റിന് സമയം കൂടുതലെടുത്തു. ഇത് മൊമെൻറ്റത്തിൽ വരുന്നതാണ്, പക്ഷേ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ
ഈ ഒരു റേഞ്ച് ഹൈയും റേഞ്ച് ലോയും ഞാൻ എടുത്തല്ലോ. ഇനി നമുക്ക് ഈ ഒരു റേഞ്ച് ഹൈ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ഒരു റേഞ്ച് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഞാൻ അനലൈസ് ചെയ്യുവാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് വളരെ മുൻപ് വരെയുള്ള ആ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാൻഡിൽസാണ് ആ ഒരു രീതിയിലോട്ട് പോയിട്ടുള്ളത് മാർക്കറ്റ് സ്ട്രക്ചർ വൈസ്. അതുപോലെ നല്ല മൊമെൻറ്റത്തോടു കൂടി ഈവൻ ദോ ഈ ഒരു ബെയറിഷ് ട്രെൻഡ് വളരെ വീക്കായിട്ടാണ് വന്നെങ്കിലും ഈ ബുള്ളിഷ് ട്രെൻഡ് വളരെ സ്ട്രോങ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ബുള്ളിഷ് ട്രെൻഡും നല്ല സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു പ്രീവിയസ് ഹൈ എത്തുന്നതിന് മുമ്പേ ഒരു പ്രീവിയസ് ഹൈയുടെ കാര്യം പറയുമ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഒരു സ്പെസിഫിക് പോയിന്റിൽ നിന്ന് പ്രൈസ് താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു എന്നല്ല അർത്ഥം. സോ എന്തുകൊണ്ടാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പവർഫുൾ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻ്റെ ഏരിയ സെല്ലേഴ്സിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഇട്ടുകൊണ്ടാണ് ഈ ഒരു ബയേഴ്സ് ഈ ഒരു ഏരിയയെ ബ്രേക്ക് ചെയ്തത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഈ ഒരു ഏരിയ സെല്ലേഴ്സ് ഉള്ളായിരുന്നൊരു ഏരിയ ആയിരുന്നു. നമുക്കവിടെ കാണാൻ പറ്റും അവിടെ എത്തിയ ഉടനെ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ പ്രൈസ് ഫീൽ ചെയ്തെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്ത ആ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രിസൻറ്റോ വോളിയം ബാസ്. ക്രിസൻറ്റോ വോളിയൊക്കെ നിങ്ങൾ ഇനി അപ്കമിങ് ആയിട്ടുള്ള വീഡിയോസിൽ പഠിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൻഗൽഫിംഗ് ക്യാൻഡിൽസ് ഉപയോഗിച്ചിട്ടാണ് അത് ബ്രേക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അല്ല ഇതിൻ്റെ അത്രയും വീക്കായിട്ടുള്ള ബെയറിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പ്രൈസ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ബി ഒ എസ്, മാർക്കറ്റ് സ്ട്രക്ചറിൽ നേച്ചർ ഓഫ് ബി ഒ എസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റും. കാരണം നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്നൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണുമ്പോൾ, ഈ ഒരു ഏരിയ എടുക്കുവാണല്ലോ, ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ പ്രൈസ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് റിജക്റ്റ് ആയി വേണം വേണ്ട എന്ന രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ പോയി വളരെ വോളിയം കുറഞ്ഞ രീതിയിൽ മേളിലോട്ട് പോവുകയാണ്, നമ്മുടെ ഡൈവേർജൻസ് ഇൻഡിക്കേറ്റർ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വീക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. മറിച്ച് ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ സ്റ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ കൺസോൾഡേറ്റ് ചെയ്യാം, പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് ഈ പറയുന്ന റേഞ്ച് ഹൈ എടുത്ത് പിന്നെയും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ നടത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ എത്രത്തോളം ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ ബുൾസ് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ അങ്ങനെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇത്. നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു ഏരിയ ഞാൻ എടുക്കുവാണെങ്കിൽ ഇതാ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ്, വീക്ക് ആയിട്ടുള്ള ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ്, വീക്ക് ബെയറിഷ് മൂവ്മെൻറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഒരു സ്ട്രോങ് ബെയറിഷ് മൂവ്മെൻറ്റ്, വീക്ക് ബുള്ളിഷ് മൂവ്മെൻറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രോങ് ബെയറിഷ് മൂവ്മെൻറ്റ്. അതുപോലെ ഈ ഒരു ഏരിയ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡിമാൻഡ് സോൺ വരയ്ക്കുവാണെങ്കിൽ ഇതാ കണ്ടോ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയതുണ്ടോ. ഇനി ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയ മൂവ്മെൻറ്റ് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്ന് മനസ്സിലായല്ലോ. ഞാൻ ഈ ഒരു ഡിമാൻഡ് സോൺ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുവാണ്, ഈ ഒരു വിക്ക് ഫുൾ എടുക്കുവാണ്. കണ്ടോ, വിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡിമാൻഡ് സോൺ. ആ വിക്കിൽ ടച്ച് ചെയ്ത ഉടനെ പ്രൈസ് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്തെന്നുണ്ടോ. പ്രീവിയസ് ആയിട്ടുള്ള ഹൈ കറക്റ്റ് ടച്ച് ചെയ്ത് താഴെ വരെയും ചെയ്തു. അവിടുത്തെ സപ്ലൈ സോണിലായിരിക്കണം നമ്മൾ ടാർഗറ്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ആ ഒരു സപ്ലൈ സോണിൽ തന്നെ അത് വന്ന് ടാപ്പായി തിരിച്ച് താഴെ ഇറങ്ങുകയും ചെയ്തു. സോ ഇത് M5-ൻ്റെ സപ്ലൈ സോൺ. ഇത് ഇപ്പോൾ കാണിക്കുന്ന നിങ്ങൾ M5-ൻ്റെ ഡിമാൻഡ് സോണുമാണ്. ഈ ഒരു നല്ല ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡ് സോൺ എത്രത്തോളം പ്രൈസ് റെസ്പെക്ട് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ. നമുക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു എൻട്രി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെച്ചിട്ട് ടാർഗറ്റ് നേരത്തെ പറയുന്ന ആ ഒരു സപ്ലൈ സോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 5 hour ട്രേഡ് അവിടെ കിട്ടിയാണ്. മനസ്സിലായില്ലേ? സോ ഇങ്ങനെയാണ് നമ്മളുടെ നേച്ചർ ഓഫ് ബി ഒ എസ് വർക്ക് ആവുന്നത്. പിന്നെ നേച്ചർ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എത്ര ബി ഒ എസ് ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നമ്മുടെ ഏറ്റവും മെയിൻ മൂവ്മെൻറ്റ്. കാരണം പ്രൈസ് ഇപ്പോൾ ഒഫീഷ്യലി ഇവിടെ വന്നു, അത് കഴിഞ്ഞിട്ട് വീക്കായിട്ട് താഴെ ഇറങ്ങി, സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി, വീക്കായിട്ട് താഴെ ഇറങ്ങി. സോ അടുത്തൊരു സ്ട്രോങ് മൂവ്മെൻറ്റ്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്? നല്ല ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ തന്നെ ആയിരുന്നു. ഓക്കെ, ഓവറാൾ ഇത് 5 minute ടൈം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ മൂവ്മെൻറ്റ് ഈ 5 minute തന്നെ അനലൈസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 1 hour എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവുള്ളൂ. സോ എനിവേസ് നമുക്ക് ഇനിഷ്യലി ഒരു 3-4 മൂവ്മെൻറ്റ് കിട്ടി. ദെൻ അതിനുശേഷമാണ് മാർക്കറ്റ് താഴേക്ക് പോയത് വളരെ സ്ട്രോങ് ആയിട്ട്. സോ മാർക്കറ്റ് സ്ട്രക്ചറിന് നമ്മൾ ഡിമാൻഡ് സോണും സപ്ലൈ സോണും ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ബി ഒ എസിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കണം. അല്ലെങ്കിൽ ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഏത് രീതിയിലാണ് നടന്നേക്കുന്നത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനുശേഷം നേച്ചർ ഓഫ് ഹോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യണം. ബുള്ളിഷ് മൂവ്മെൻറ്റ് എത്രത്തോളം വീക്കാണ്, അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെൻറ്റ് എത്രത്തോളം വീക്കാണ്, എത്രത്തോളം സ്ട്രോങ് ആണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ ടൂളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഉണ്ടെന്നൊക്കെ വളരെ പിൻ പോയിൻ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ഒരു ഇതിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഫസ്റ്റ് കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ.
നേച്ചർ ഓഫ് BOS, അതുപോലെ നേച്ചർ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ എത്ര ബുള്ളിഷാണ്, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ എത്ര ബെയറിഷാണ്, മനസ്സിലായില്ലേ? അതാണ് ഈ ഒരു നേച്ചർ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇനി നമുക്ക് രണ്ടാമത്തെ കോൺഫിഡൻസിലേക്ക് പോവാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ സെക്കൻഡ് കോൺഫിഡൻസ്, അതാണ് മൊമെൻറ്റം. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ മൊമെൻറ്റം വെച്ചിട്ട് നമുക്ക് ആഡഡ് കോൺഫിഡൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. എന്താണ് മൊമെൻറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് സ്പീഡ് ഓഫ് എ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് നടക്കാൻ എത്ര സമയമെടുത്തു, ആ സമയം എത്ര കോമ്പറ്റിറ്റീവാണ് കമ്പയർഡ് ടു ദ അതർ കൗണ്ടർ ട്രെൻഡ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ പറയുന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടോ, നേരത്തെ പറഞ്ഞ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് വരാൻ എത്ര ടൈം എടുത്തു എന്ന് ഞാൻ നോക്കുവാണ്. സെറ്റിങ്സ്, സ്റ്റൈൽ, ഡേറ്റ്/ടൈം റേഞ്ച്. വെറും 1 മണിക്കൂർ കൊണ്ടിട്ടാണ് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഈ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ 0.997092 1.00361 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൈസിലോട്ട് പോയത്. അപ്പോൾ ഈ ഒരു റേഞ്ച് ഞാൻ ഈ ഒരു ബോട്ടം ദിസ് ഈ ഒരു ഏരിയ തൊട്ട് ഈ ഒരു ഹൈ വരെ പോയിട്ട് ഞാൻ അതേ ഇത് തന്നെ ആ ഒരു മുകളിൽ നിന്ന് താഴോട്ട് നോക്കുവാണ്. സോ താഴെ ഇവിടെയാണല്ലോ ഒന്ന് ടച്ച് ചെയ്തത്. സോ മുകളിലോട്ട് പോകാൻ 1 മണിക്കൂർ എടുത്തതേ ഉള്ളൂ പ്രൈസ്. പക്ഷേ താഴോട്ട് വരാനോ 2 ദിവസവും 16 മണിക്കൂറുമാണ് പ്രൈസ് എടുത്തേക്കുന്നത്. അതായത് അവിടെ ബുൾസ് വെറും 1 മണിക്കൂർ കൊണ്ട് തീർത്ത പണി ബേഴ്സ് ഇവിടെ 2 ദിവസവും 16 മണിക്കൂറും എടുത്തിട്ടാണ് തീർത്തേക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് മൊമെൻറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ബുൾസ് 1 മണിക്കൂർ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റായിട്ട് തീർത്തിരിക്കുന്നു, ബെയേഴ്സ് വളരെ സ്ലോ ആയിട്ട് വേണം വേണ്ട എന്ന രീതിയിൽ ബെയറിഷായിട്ട് കൊണ്ടുവന്നേക്കുന്നു. ദ പോസിബിൾ ഔട്ട്കം എന്തായിരിക്കും ഇവിടെ? ഒരു സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡും ഒരു വീക്ക് ബെയറിഷ് ട്രെൻഡും ആണെങ്കിൽ പോസിബിൾ ഔട്ട്കം എന്തായിരിക്കും? ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു മൊമെൻറ്റത്തിന് ശേഷമുള്ള ഈ ഒരു ഡിമാൻഡ് സോൺ ഞാൻ മാർക്ക് ചെയ്തു. ഇന്നലെ ട്രേഡ് എടുത്തതാണ് ഞാനിവിടെ. ഈ ഒരു ഏരിയ ഇനി ഞാൻ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലോട്ട് പോവുകയാണെങ്കിൽ വെറും 17 മണിക്കൂർ വെരിബേറ്റ് സെക്കൻഡ്. ഇത് ചെറിയൊരു ബഗ്ഗുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ. ആക്ച്വലി 2 ദിവസം എടുക്കത്തില്ല, അത് നിയർലി ഒരു 16-17 മണിക്കൂർ എടുക്കത്തുള്ളൂ. ഓക്കെ, ആ 2 ഡേ എന്നുള്ളത് തെറ്റാണ്, അത് കാര്യമൊക്കെ. ഇത്രയും 16 മണിക്കൂർ, അതായത് നമ്മളെ ബുള്ളിഷ് മൂവ്മെൻറ്റിനെക്കാട്ടിലും 16 ഇരട്ടി സമയം എടുത്തു ബേഴ്സിന് ആ ഒരു മൂവ്മെൻറ്റ് തീർക്കാനായിട്ട്. അപ്പോൾ അവിടെ പോസിബിൾ ഔട്ട്കം എന്തായിരിക്കും? ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും. സോ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഹൗ ഫാസ്റ്റ് വാസ് ദ മൂവ്മെൻറ്റ്, എത്ര ഫാസ്റ്റ് ആയിരുന്നു ബുള്ളിഷ് മൂവ്മെൻറ്റ് വിത്തിൻ 1 hour, എത്ര ഫാസ്റ്റ് ആയിരുന്നു ബെയറിഷ് മൂവ്മെൻറ്റ് 16 hour. സോ ഒബ്വിയസ്ലി അവിടെ ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ? ബുൾസിന്. സോ ഒബ്വിയസ്ലി അവിടെ ബുൾസ് ആയിരിക്കും ടേക്ക് ഓവർ ചെയ്യാനുള്ള ചാൻസ്. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും മൊമെൻറ്റമുള്ള സോൺ അല്ലെങ്കിൽ ഏറ്റവും മൊമെൻറ്റമുള്ള ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ സപ്ലൈ ഓർ ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ റിസൾട്ട്സ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ 1 hour എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റ് നടന്നിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ നമ്മൾ എടുക്കുവാണ്, മറിച്ച് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് വർക്കാവാനുള്ള ചാൻസ് 80-90% ആണെങ്കിൽ അത് വർക്കാവാനുള്ള ചാൻസ് 50-60% ആയിരിക്കും. ആ ഒരു വിൻ റേറ്റിൽ ഡ്രോപ്പ് വന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സോൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് വരോളായിരിക്കും, പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെൽ വർത്തായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം വർക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇനി ഇതല്ല, മറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു സോണിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ഓപ്പൺ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കവിടെ ഒരു ഷോർട്ട് എൻട്രി കിട്ടും. ഇതാണെങ്കിൽ ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ഒരു ലോങ് എൻട്രിക്കുള്ള ഒരു ഏരിയ ആണിത്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് ഹൗ ഫാസ്റ്റ് വാസ് ദ മൂവ്മെൻറ്റ്. മൊമെൻറ്റം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കാനുള്ള ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിൻ്റാണ്. മൊമെൻറ്റം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഒറ്റയടി കണ്ടാൽ അറിയാം അവിടുത്തെ ഡിമാൻഡ് സോൺ വർക്ക് ആയിരിക്കുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് മൂവ്മെൻ്റ് ആണ്. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിമാൻഡ് സോൺ ഫെയിൽ ആയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ അവിടെ ആ ഒരു ബുള്ളിഷ്നെസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് മൂവ്മെൻ്റ് ഉണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി നേരെ ബ്രേക്ക് ചെയ്തെങ്കിലും ഇവിടെ അതിന് തൊട്ട് താഴെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇത് കണ്ടോ, ഈ ഒരു ഓർഡർ ബ്ലോക്കിലൊക്കെ നല്ല മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രൈസ് തന്നിട്ടുണ്ട്. ഇനി
ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ പല പല ഡിമാൻഡ് സോൺസ് ഇങ്ങനെ വർക്കാവുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇവിടെ എല്ലാം മൊമെൻറ്റം ഒരുപാടുണ്ട്, മനസ്സിലായില്ലേ? മൊമെൻറ്റം ഉള്ള ക്യാൻഡിൽസ് അല്ലെങ്കിൽ മൊമെൻറ്റം ഉള്ള മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, മൊമെൻറ്റം ഉള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈലി വർക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസാണ്. സോ മൊമെൻറ്റം അല്ലെങ്കിൽ ഹൗ ഫാസ്റ്റ് വാസ് ദ മൂവ്മെൻറ്റ് എന്ന് നോക്കുവാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നടന്നിട്ടുള്ളതെങ്കിൽ, അതുപോലെ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് അതിന് കൗണ്ടറായിട്ട് നടന്നിട്ടുള്ളതെങ്കിൽ, തീർച്ചയായിട്ടും ആ ഫാസ്റ്റായിട്ട് നടന്ന മൂവ്മെൻറ്റ് ഏതാണോ ആ ഒരു ബയാസ് ആയിരിക്കും മാർക്കറ്റിൽ വർക്കാവാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോൺഫിഡൻസ് അവിടെ കഴിഞ്ഞിരിക്കുന്നു. സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫിഡൻസസ്. വളരെ മൊമെൻറ്റം കൂടിയിട്ടുള്ള ബെയറിഷ് മൂവ്മെൻറ്റും വളരെ മൊമെൻറ്റം കുറഞ്ഞൊരു ബുള്ളിഷ് മൂവ്മെൻറ്റും ആണെങ്കിൽ ഇവിടെയുള്ള സപ്ലൈ സോണ് വർക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റും വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ബെയറിഷ് മൂവ്മെൻറ്റും ആണെങ്കിൽ ഇവിടുത്തെ ഡിമാൻഡ് സോൺ വർക്കാവാനുള്ള ചാൻസും ഹൈ ആണ്. ഇനി അതല്ല, മൊമെൻറ്റം വളരെ കുറഞ്ഞിട്ടുള്ളൊരു ബെയറിഷ് മൂവ്മെൻറ്റും മൊമെൻറ്റം വളരെ കൂടിയിട്ടുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻറ്റും ആണെങ്കിൽ അത് പിടിച്ച് നിൽക്കാനുള്ള ചാൻസ് കുറവാണ്, മറിച്ച് ബ്രേക്ക് ചെയ്ത് പോകാനാണ് ചാൻസ്. വൈസ് വേഴ്സ. ഒരു സപ്ലൈ ഡിമാൻഡ് സോൺ ഏതായാലും മൊമെൻറ്റം ഉണ്ടെങ്കിൽ അത് വർക്കാവാനുള്ള ചാൻസ് കൂടുതലാണ്, മൊമെൻറ്റം ഇല്ലെങ്കിൽ അത് വർക്കാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു കോൺഫറൻസിലേക്ക് പോകാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ തേർഡ് കോൺഫറൻസ് അല്ലെങ്കിൽ ഫൈനൽ കോൺഫറൻസസ്. ഞാൻ പറഞ്ഞു തന്നായിരുന്നു വോളിയം എന്ന് പറഞ്ഞിട്ടുള്ള കോൺഫറൻസ് അപ്കമിങ് ആണ്. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കാനുള്ള അടുത്ത കോൺഫറൻസ് ആണ് ക്യാൻഡിൽ സ്റ്റിക്സ്. മൊമെൻറ്റവും മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കൂടെ വരുന്ന ഒരു അനിയനായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനെ കൂട്ടാം. ക്യാൻഡിൽ സ്റ്റിക്കിൽ അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് സൈക്കോളജിയിൽ ഞാൻ പലതരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്സും അതുപോലെ പലതരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സൈക്കോളജികളും പറഞ്ഞു തന്നായിരുന്നു. ഒരു ഡോജി ക്യാൻഡലിൻ്റെയും ഒരു എൻഗൾഫിംഗ് ക്യാൻഡലിൻ്റെയും വിക്ക് കുറഞ്ഞതും അല്ലെങ്കിൽ ബോഡി കുറഞ്ഞതുമായിട്ടുള്ള ക്യാൻഡലിൻ്റെയും വിക്ക് കൂടിയതും ബോഡി കൂടുതലുമായിട്ടുള്ള ക്യാൻഡലിൻ്റെയും ഒക്കെ പലതരത്തിലുള്ള സൈക്കോളജി ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നായിരുന്നു. അത് നിങ്ങൾ പഠിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിനി ഇതിലെടുത്ത് തരാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഒരു പ്രൈം എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റാണ്. ഈ ഒരു ഡിമാൻഡ് സോൺ കണ്ടോ, ഇവിടെ നിന്ന് ഡിറൈവ് ആയിട്ടുള്ളതാണിത്. നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് നമുക്ക് ആദ്യമേ അനലൈസ് ചെയ്യാം. ഈ ഒരു ബെയറിഷ് മൂവ്മെൻറ്റിൻ്റെ ഈ ഒരു ഏരിയ തൊട്ട് ഞാൻ വരുവാണ്. ഒരു ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആകുന്നതും ബുള്ളിഷ് ക്യാൻഡിൽ ഓപ്പൺ ആകുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, രണ്ട് ബെയറിഷ് ക്യാൻഡിൽ, കഴിഞ്ഞൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ, 2, 3, 4 ബെയറിഷ് ക്യാൻഡിൽ. അത് കഴിഞ്ഞ് ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും ബെയറിഷ് ക്യാൻഡിലിൻ്റെ സൈസ് കുറയുന്നു. ഇവിടെ 3 വിക്കോടെ ബുള്ളിഷ് ക്യാൻഡിൽസിൻ്റെ ഒരു ഇത് കൂടുന്നു, ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ശേഷം വളരെ വീക്കായിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽസ്, സ്ട്രോങ് ആയിട്ടുള്ള 3 ബെയറിഷ് ക്യാൻഡിൽ, അത് കഴിഞ്ഞിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വിത്ത് വിക്ക്, അത് കഴിഞ്ഞിട്ട് ഇത് റിവേഴ്സ് ആകുന്നു. നല്ല ഒരു 3-4 ക്യാൻഡിൽസ്, 3 വൈറ്റ് സോൾജേഴ്സ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല 3 ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ആവുന്നു. ആ ഒരു ഏരിയ നമ്മളവിടെ ഡ്രോ ചെയ്തെടുക്കുന്നു. കറക്റ്റ് ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും എന്താ കണ്ടോ, സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ, വീക്ക് ബെയറിഷ് ക്യാൻഡിൽ, സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ, വീക്ക് ബെയറിഷ് ക്യാൻഡിൽ, സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ, അത് കഴിഞ്ഞിട്ട് സ്ട്രോങ് ബെയറിഷ് മൂവ്മെൻറ്റ്, വീക്ക് ബുള്ളിഷ് മൂവ്മെൻറ്റ്, സ്ട്രോങ് ബെയറിഷ് മൂവ്മെൻറ്റ്, വീക്ക് ബുള്ളിഷ് മൂവ്മെൻറ്റ്, സ്ട്രോങ് ബെയറിഷ് മൂവ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് റാലി ഫോം ആകുന്നുണ്ട്. ഇത് എ ഫോം ഓഫ് എൻട്രി പോയിൻ്റ് ആണ്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രെൻഡ് എടുക്കുന്നു. ഇതാണ് ഒരു ട്രെൻഡ്. ഈ ഒരു ട്രെൻഡിലുള്ള ഓരോ ക്യാൻഡിൽസിൻ്റെയും സൈക്കോളജി നമ്മൾ നോക്കുന്നു. ഈ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു 1 hour ട്രെൻഡ് ആണെങ്കിൽ ഓരോ 1 hour ട്രെൻഡും ഫ്രാക്റ്റലാണ്. അതായത് ചെറിയ ചെറിയ ടൈം ഫ്രെയിംസുകളുടെ ഒരു മാർക്കറ്റ് ട്രെൻഡാണ് ഈ പറയുന്ന 1 hourലെ ഓരോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതുപോലെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്രാക്റ്റലായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നല്ല, ഫ്രാക്റ്റലാണ്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് തിയറി ഫ്രാക്റ്റലാണ്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫ്രാക്റ്റലാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഓരോ മാർക്കറ്റ് സ്ട്രക്ചറും ഫോം ആകുന്നത് ക്യാൻഡിൽസ് കൊണ്ടിട്ടാണെന്ന് ഞാനെന്ന് പറഞ്ഞു തന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഓരോ ക്യാൻഡിൽസ്, ഓരോ ഇതിലും നമുക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ക്യാൻഡിൽസ് കാണാൻ പറ്റും. ഇതാണ്ടോ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമുക്ക് ക്യാൻഡിൽസിനെ കാണാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ ഓരോ മാർക്കറ്റ് സ്ട്രക്ചറിലും പല പല ക്യാൻഡിൽസ് ചേരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ
മുകളിലോട്ട് പോകുന്ന ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് ബുള്ളിഷ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസും, താഴോട്ട് പോകുന്നത് വീക്ക് ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്സും, അതുപോലെ മുകളിലോട്ട് പിന്നെ പോകുന്നത് ബുള്ളിഷും ബെയറിഷ്, ഇങ്ങനെ ക്യാൻഡിൽസ്, അതായത് മുകളിലോട്ട് പോകുന്ന നല്ല എൻഗൾഫിംഗ് ആയിട്ടുള്ള ക്യാൻഡിൽസ്, താഴോട്ട് വരുന്നത് ഡോജിയും അതുപോലെ വളരെ വിക്കൊക്കെ കൂടിയതും അതുപോലെ ബോഡി ചെറുതായിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽസും ഒക്കെ വരുന്നെങ്കിൽ നമുക്കവിടെ പറയാനായിട്ട് വരും ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ അതുപോലെ മൊമെൻറ്റത്തിൻ്റെയൊക്കെ കൂടെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സ് യൂസ് ചെയ്യാനുള്ള കാരണം. ബിക്കോസ് ക്യാൻഡിൽ സ്റ്റിക്സിൽ നേച്ചർ ഓഫ് ക്യാൻഡിൽസ്, ഓരോ ട്രെൻഡിലും വരുന്ന ക്യാൻഡിൽസ്, ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ട്രെൻഡായിരുന്നു. മറിച്ച് നമ്മൾ വേറൊരു ട്രെൻഡ്, ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിലോ ഇതൊരു ഡൗൺ ട്രെൻഡാണ്, പക്ഷേ ഇവിടെ ഓരോ ക്യാൻഡിൽസും കണ്ടോ വളരെ വീക്കായിട്ടുള്ള ക്യാൻഡിൽസാണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അത് റിവേഴ്സ് ചെയ്ത് പോവുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഓരോ ഓരോ മൂവ്മെൻറ്റിനും എങ്ങനത്തെ ക്യാൻഡിൽസാണ് ഫോം ആയിരിക്കുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ അവിടെ ഡോജീസ് ആണോ അല്ലെങ്കിൽ എൻഗൾഫിങ്സ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഡോജീസ് ആണെങ്കിൽ ആ ഒരു ട്രെൻഡ് വീക്കാണെന്നും, ഡോജീസ് അല്ലാതെയുള്ള വീക്ക് കൂടുതലും ബോഡി ചെറുതായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്സ് വരുവാണെങ്കിൽ വീക്കാണെന്നും, എൻഗൾഫിങ് പോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് വരുവാണെങ്കിൽ സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ ക്യാൻഡിൽ സ്റ്റിക്സ് എപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു അപ് ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അപ് ട്രെൻഡിൽ മുകളിലോട്ട് പോകുന്ന ക്യാൻഡിൽസ് സ്ട്രോങ് ആണോ കമ്പയർഡ് ടു ഡൗൺ ട്രെൻഡ് ക്യാൻഡിൽസ് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു അപ് ട്രെൻഡിൽ ബെയറിഷ് ക്യാൻഡിൽസ് വീക്കും അതുപോലെ ബുള്ളിഷ് ക്യാൻഡിൽസ് സ്ട്രോങ്ങും ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അപ് ട്രെൻഡ് സ്ട്രോങ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഡിമാൻഡ് സോൺസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിമാൻഡ് സോൺസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? മറിച്ച് മുകളിലോട്ട് പോകുന്ന ക്യാൻഡിൽസ് വീക്കും താഴോട്ട് പോകുന്ന ക്യാൻഡിൽസ് സ്ട്രോങ്ങും ആണെങ്കിൽ വിത്തിൻ കുറച്ചൊരു ഇത് തന്നെ നമുക്ക് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് താഴോട്ട് വരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്യാൻഡിൽ സ്റ്റിക്സ്, നേച്ചർ ഓഫ് ക്യാൻഡിൽസ്, അത് ഡോജി ആണോ എൻഗൾഫിംഗ് ആണോ എന്നൊക്കെ നോക്കണം. അതുപോലെ ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്സ് മാർക്കറ്റ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. അതായിരുന്നു മൂന്നാമത്തെ കോൺഫറൻസ്. ഇനി കുറച്ച് എക്സാമ്പിൾസിലേക്ക് നമുക്ക് കടക്കാം, 3 ഇതിൻ്റെയും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ മാർക്കറ്റ് സ്ട്രക്ചറിലെ നേച്ചർ ഓഫ് ബിയോസും മാർക്കറ്റ് സ്ട്രക്ചറിലെ നേച്ചറും രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് മൾട്ടിപ്പിൾ ട്രേഡ്സ് ആണ്. നമുക്കവിടെ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പോകാം. എല്ലാം 1 hour ടൈം ഫ്രെയിമിലാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം അക്കൗണ്ട്സ് കിട്ടാനുള്ള ഒരു ലഭ്യത കുറവുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന റീപ്ലൈ ബട്ടൺ ഇല്ല. സോ ഞാൻ ആൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. സോ അത് വരുന്നത് വരെ നമുക്ക് ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ആകുമ്പോൾ അല്ലെങ്കിൽ ലോ ടൈം ഫ്രെയിം ആയി കഴിഞ്ഞാൽ റീപ്ലൈ ബട്ടൺ ഇല്ലാതെ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെ ഞാൻ ഗോൾഡാണ് എടുത്തേക്കുന്നത്. നമുക്കറിയാം വേൾഡിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ട്രേഡഡ് അസറ്റ്സ് ആണ് ഗോൾഡ്. സോ നമുക്ക് ലിക്വിഡിറ്റിയുടെ ഇഷ്യൂ ഒന്നുമില്ല എക്സാമ്പിൾ, അതുകൊണ്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഡിമാൻഡ് സോൺ ട്രൈ ചെയ്ത് വോളിയം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് നേച്ചർ ഓഫ് ബിയോസ് നോക്കാം, അല്ലെങ്കിൽ ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ നേച്ചർ നോക്കാം. ഫസ്റ്റ് തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ വളരെ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തതും വളരെ നല്ലൊരു 1 hourലെ ബുള്ളിഷ് ക്യാൻഡിൽ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ്. ഈ 2 കൺഫർമേഷനോട് കൂടി തന്നെ ഞാൻ ഇവിടുത്തെ ഒരു ഡിമാൻഡ് സോൺ കൺസിഡർ ചെയ്യുകയാണ്. ആക്ച്വലി ഇവിടെ വരെ എടുക്കാം, പക്ഷേ ഞാൻ ഇവിടെ വരെ എടുത്തിട്ടുണ്ട്. ആ ഒരു ഡിമാൻഡ് സോൺ വർക്കായി, ഇതാ കണ്ടോ, നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ വർക്കായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷമുള്ളത് ഈ ഒരു ഡിമാൻഡ് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഡിമാൻഡ്സ് കൊണ്ട് കൺസിഡർ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ചെയ്തില്ല. നമുക്ക് അത്ര ഇതാവണ്ടല്ലോ, നിങ്ങൾ ബിഗിനേഴ്സ് അല്ല, അപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂസ് ആവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഞാൻ കണ്ടുപിടിച്ചു. ഇത് കണ്ടോ, ഈ ഒരു ഹൈ കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക് വന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉപയോഗിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അത് പോവുകയാണ് ചെയ്തത്. അവിടെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ക്യാൻഡിൽ, അതായത് ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലും തൊട്ട് താഴെയുള്ള ഈ ബോട്ടം വരെ എടുത്തിട്ടുണ്ട്. ആ ഒരു ഡിമാൻഡ് സോണിൽ ഞാനൊരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു 4.925 R, അതിൻ്റെ ഇവിടെ 3.53 R ട്രേഡാണ്. കറക്റ്റ് ഹൈയിലാണ് TP വെച്ചത്. കറക്റ്റ് അവിടെ വന്നത് TP ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പറയുന്ന പോലെ ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ട്രേഡ് ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2-3 ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു. ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം 15 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നതായിട്ട് കാണാൻ പറ്റും. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഈ ഒരു ഹൈ ലോ, അത് കഴിഞ്ഞിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു QM പാറ്റേൺ കൂടിയാണ്, അതൊക്കെ നിങ്ങൾക്ക് വഴി വരുന്നതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ട്രേഡ് കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ കാര്യമാക്കണ്ട, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ കൺഫ്യൂസ് ആവും.
ആ ഒരു ഷോർട്ട് എൻട്രി ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ എനിക്ക് ഒരു 6 നഷ്ടമായിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ, ഒരു ലോങ് ട്രേഡായിരുന്നു. അതിനുശേഷം ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്, പക്ഷേ അവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ഇല്ല. ആക്ച്വലി കൺസിഡർ ചെയ്യണം, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇത് എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ മൾട്ടിപ്പിൾ സപ്ലൈ സോൺ ഉണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ ഇപ്പോൾ ബെയറിഷായി, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ലോങ് ട്രേഡ്സ് എടുത്തു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഇതോടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു ഇത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സപ്ലൈ സോൺ ഞാൻ കൺസിഡർ ചെയ്ത് അവിടെ നിന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ഏരിയ വരെയൊക്കെ എടുക്കണം, പക്ഷേ ഞാൻ ഇവിടെ വരെ എടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എനിക്ക് 2.35 ഒരു ട്രേഡ് കൂടി കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറും ബ്രേക്കും ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻട്രി പോയിൻറ്റ്സ് കിട്ടിയത് കാണിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി, ഇതാണ് ഫസ്റ്റത്തെ കോൺഫിഡൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ മാർക്കറ്റിലോട്ട് പോയി പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു വലിവ് കിട്ടും, മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊണ്ടിട്ടുള്ള സ്ട്രാറ്റജി ഇത്രയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺഫിഡൻസിലേക്ക് പോകാം. ഓക്കെ, സോ ഇത് നിങ്ങളുടെ മൊമെൻറ്റത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൺഫിഡൻസിലെ എക്സാമ്പിൾ കഴിഞ്ഞു, മാർക്കറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടുള്ള. ഇനി നമുക്ക് മൊമെൻറ്റത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾ എടുക്കാം. ഇത് കണ്ടോ, നേരത്തെ കാണിച്ച അതേ എക്സാമ്പിളാണ്. നല്ല ഹൈ മൊമെൻറ്റം ഉള്ള ഈ ഒരു കുറച്ച് ക്യാൻഡിൽസും വീക്ക് മൊമെൻറ്റം ഉള്ള ബെയറിഷ് ക്യാൻഡിൽസും. ഇവിടെ ഞാൻ ഇവിടുത്തെ സോറി അത് വേറൊരു ടാബ് ഓപ്പൺ ആയതുകൊണ്ടാണ്, ഒരു ലിങ്ക്. ഓക്കെ, സോ എനിവേസ് ഇവിടുത്തെ ഡിമാൻഡ് സോൺ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. ഈ ഒരു ഡിമാൻഡ് സോൺ ഒരു കഥയുണ്ട്. ഞാനൊരു 3 മിനിറ്റിൽ വന്നിട്ട് ഈ ഒരു ഡിമാൻഡ് സോൺ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, മൾട്ടിപ്പിൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുള്ള ഡിമാൻഡ് സോണാണ് ഇത് പറയുന്നത്. 15 മിനിറ്റിലോട്ട് നമുക്ക് തിരിച്ച് വരാം. 15 മിനിറ്റ് വരുമ്പോൾ ഈ ഒരു ഡിമാൻഡ് സോൺ ഒന്ന്, തൊട്ട് താഴെ അടുത്തൊരു ഡിമാൻഡ് സോൺ ഉണ്ട് വീക്കിൻ്റെ, അത് നമുക്ക് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ഇത് മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഡയറക്റ്റ്ലി ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്തിട്ട് തൊട്ട് മണ്ടിലുള്ള സപ്ലൈ സോൺ വരെയാണ് ടാർഗറ്റ്. ഈ ഹൈ വരെ വെച്ചിരുന്നെങ്കിലും ടാർഗറ്റ് ഹിറ്റ് ആയതിനെ, ഈ ഹൈ വെച്ചിരുന്നെങ്കിലും ടാർഗറ്റ് ഹിറ്റ് ആയതിനെ. പക്ഷേ ഞാൻ കുറച്ചും കൂടി സേഫ് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു സപ്ലൈ സോൺ വരെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സപ്ലൈ കണ്ടോ. അപ്പോൾ ഞാൻ അവിടെ വരെ ടാർഗറ്റ് വെച്ചു. അപ്പോൾ ഇത് നോർമലി അവിടെ വന്ന് എൻ്റെ എൻട്രി ഹിറ്റായി, ടാർഗറ്റ് ഒബ്വിയസ്ലി ഹിറ്റായി. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ എൻട്രി വന്നിട്ട് ഈ ഒരു ഏരിയ ഉണ്ടോ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ. ഒപ്പം തന്നെ ഈ പറയുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഈ പറയുന്ന 3-4 ക്യാൻഡിൽസ് വളരെ മൊമെൻറ്റം കൂടിയിട്ടുള്ള ക്യാൻഡിൽസ് ആയിരുന്നു. അതുപോലെ ഈ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് വളരെ മൊമെൻറ്റം കുറഞ്ഞതുമായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ എന്ത് ചെയ്തു, 15 മിനിറ്റിലോട്ട് പോയിട്ട് അവിടെയുള്ള ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്തു. ഇതായിരുന്നു ആ ഒരു ഡിമാൻഡ് സോൺ കണ്ടോ, ദ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ ആൻഡ് ആഫ്റ്ററിൻ്റെ. ഞാൻ അവിടെ എൻട്രി വെച്ച് ടാർഗറ്റ് സെയിം സ്പോട്ടിൽ വെച്ചു. 4.67 ട്രേഡായിരുന്നു അത്. അപ്പോൾ ഒരു ട്രേഡ് ഇവിടെ മൊമെൻറ്റത്തിൻ്റെ ഇത് കിട്ടി, രണ്ടാമത്തെ ട്രേഡ് മൊമെൻറ്റത്തിൻ്റെ തന്നെ കിട്ടി. ടോട്ടൽ ലിറ്ററലി ഒരു 9 അടുത്ത് നമുക്ക് പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് വിത്ത് മൊമെൻറ്റം. ഇതാണ് മൊമെൻറ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ. 2 ബുള്ളിഷ് ട്രേഡ്സ് ആണ് ഇവിടെ, ബെയറിഷ് ട്രേഡ്സ് കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ, ഇല്ലെങ്കിൽ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് തന്നെ. അപ്പോൾ അതാണ് മൊമെൻറ്റം കണ്ടിട്ടുള്ള എക്സാമ്പിൾ. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺഫിഡൻസിൻ്റെ എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മുടെ മൂന്നാമത്തെ കോൺഫിഡൻസ് ആണ് ക്യാൻഡിൽ സ്റ്റിക്കിൽ നേച്ചർ ഓഫ് ക്യാൻഡിൽസ്, ഡോജീസ്, എൻഗൾഫിങ് ആൻഡ് സപ്പോർട്ടിങ് മാർക്കറ്റ് സ്ട്രക്ചർ. സോ ഇത് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റത്തില്ല. മറ്റേ 2 കോൺഫിഡൻസ് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി എടുക്കാൻ പറ്റുമെങ്കിൽ ഇത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടല്ല, മറ്റേ 2 കോൺഫിഡൻസിൻ്റെ കൂടെ നമ്മൾ ആഡായിട്ട് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഒരു കോൺഫിഡൻസ് ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ ആയാലും മൊമെൻറ്റം ആയാലും ആ വരുന്ന ക്യാൻഡിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെങ്കിൽ സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽസ് ഉണ്ട്, വീക്ക് ബുള്ളിഷ് ക്യാൻഡിൽസ്, സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽസ്, വീക്ക് ബുള്ളിഷ് ക്യാൻഡിൽസ്, സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽസ്, വീക്ക് ബുള്ളിഷ് ക്യാൻഡിൽസ്, സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ, വീക്ക് ബുള്ളിഷ് ക്യാൻഡിൽസ്, സ്ട്രോങ്, അങ്ങനെ ആ ഒരു രീതി പോയുണ്ടോ. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതിനായിട്ട് ആഡഡ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് നമ്മളുടെ ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇത് കണ്ടോ, ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, ഡോജി ക്യാൻഡിൽസ് ഉണ്ട് അതിനിടയിൽ, അതുപോലെ വീക്കായിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ്. പക്ഷേ ഇത് കണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് മൂവ്മെൻറ്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 ക്യാൻഡിൽസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മൊമെൻറ്റം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയതാ, സ്ട്രോങ് മൊമെൻറ്റം, വീക്ക് മൊമെൻറ്റം, സോ സ്ട്രോങ് മൊമെൻറ്റം. അപ്പോൾ അതുപോലെ ആഡഡ് ആയിട്ടൊരു കോൺഫിഡൻസ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്യാൻഡിൽസ്. സോ 3 തരത്തിലുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞു തന്നു. അതിൽ 2 കോൺഫിഡൻസ് ട്രേഡ് എടുക്കാനും ഒരു കോൺഫിഡൻസ് അല്ലാതെയുള്ള ഇത് രണ്ടിനും കൂടി ഉള്ളൊരു കോൺഫിഡൻസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. മാർക്കറ്റ് സ്ട്രക്ചർ ഫ്രാക്റ്റലാണെന്ന് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് മൊമെൻറ്റത്തിനെ കുറിച്ച് കുറേ പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ഗൈഡായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. സോ ഈ ഒരു ഇതും കൂടെ അറിഞ്ഞിരിക്കണം നിങ്ങൾ ആ സ്ട്രാറ്റജി പഠിക്കുന്നതിന് മുമ്പേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി വീഡിയോ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ എനിവേസ്, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.